കഞ്ചാവിന് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് വാങ്ങിയവരും വിറ്റവരും തമ്മിൽ ഏറ്റുമുട്ടി. 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ. കൊച്ചിയിലാണ് സംഭവം. പുതുവത്സരാഘോഷം ലക്ഷ്യമിട്ട് ഒരു സംഘം വാങ്ങിയ കഞ്ചാവിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കഞ്ചാവ് ലോബികൾ പിടിയിലാകാൻ കാരണമായത്. മണ്ണാർക്കാട് സ്വദേശികളായ അനസ്, അബു താഹിർ, ഹരിപ്പാട് സ്വദേശികളായ അതുൽ ദേവ്, രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 2 ഗ്രൂപ്പുകളായി എത്തിയ ഇവർ തമ്മിൽ കഴിഞ്ഞ ദിവസം ലഹരി ഇടപാട് നടത്തിയിരുന്നു. മണ്ണാർക്കാടുള്ള സംഘം ഹരിപ്പാടുള്ള സംഘത്തിന് 2 കിലോ കഞ്ചാവ് 60,000 രൂപയ്ക്ക് കൈമാറി. ശേഷം അവർ തിരികെ പോവുകയും ചെയ്തു. എന്നാൽ കഞ്ചാവിന് ഗുണനിലവാരമില്ലെന്നും പണം തിരികെ നൽകണമെന്നും ഹരിപ്പാടുള്ളവർ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് പ്രകാരം കൊച്ചിയിലെ മെട്രോ പില്ലറിന് സമീപം ഇവർ കഞ്ചാവ് കൊണ്ടുവച്ചു. മണ്ണാർക്കാട് നിന്നുള്ള സംഘം ഇത് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പണം തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ആദ്യ സംഘത്തെ രണ്ടാമത്തെ സംഘം കാറിൽ ചേസ് ചെയ്തു. ചേസിംഗിനൊടുവിൽ കാറുകൾ ഒരു പാർക്കിനുള്ളിലേക്ക് കയറുകയും തുടർന്ന് യുവാക്കൾ സംഘടനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ഹരിപ്പാട് സ്വദേശിയിൽ നിന്ന് 1 ഗ്രാം MDMA പിടിച്ചെടുത്തത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഇടപാടും തർക്കവും പുറം ലോകമറിഞ്ഞത്. എറണാകുളം സൗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതികൾ താമസിച്ചിരുന്ന എളമക്കരയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒളിവിലാണ്. മലയാളം ടെലിവിഷൻ, കൊച്ചി. ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.